കുഴിയും വേണ്ട, കുക്കറും വേണ്ട, നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ടൊരു കുഴിമന്തി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത് ചിക്കൻ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്. ഞാനിപ്പം വലിയ പീസായിട്ട് തന്നെയാണ് ചിക്കൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം എടുക്കുക, ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 ടേബിൾ സ്പൂൺ വിനെഗർ ഇത്രയും ഒഴിച്ചിട്ടൊന്ന് കലക്കി കൊടുക്കുക. ചിക്കൻ ഞാനിവിടെ വരഞ്ഞെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും കൊണ്ടൊന്ന് ഇടിച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കി എടുത്താൽ മതിയാവും. ഇതിലേക്ക് ഇനി 3 പീസും എടുത്ത് വെച്ചിട്ട് 1 മണിക്കൂർ വരെ വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ ബാഡ് സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് റൈസ് ഒന്ന് കുതിരാൻ വേണ്ടി വിട്ട് വയ്ക്കാം. ചുവന്ന ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ വരെ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് 3 ടേബിൾ സ്പൂൺ മല്ലി, 1.5 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, 2 സ്പൂൺ ചെറിയ ജീരകം, ഒരു 8-9 വറ്റൽമുളക്, 3 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു വലിയ കറുവാപ്പട്ട, ഇത്രയും കൂടെ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. ഒത്തിരി ചൂടാക്കി അതിൻ്റെ ഫ്ലേവറൊന്നും കളയണ്ട. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ആ ചൂടോട് കൂട്ടിയിട്ട് തന്നെ നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു 2-3 സ്പൂൺ നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ബാക്കിയുള്ളതിലാണ് നമ്മൾ മസാല തയ്യാറാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇനി ആവശ്യമായിട്ടുള്ളത് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്ര എടുക്കുക. ഇതിലേക്ക് ഒരു തക്കാളി പഴുത്തതും അതുപോലെ തന്നെ മല്ലിയില, പുതിനയില ഇത്രയും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഈ അരച്ചെടുത്തത് നമ്മുടെ ഈ മസാലപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 3 സ്പൂൺ കാശ്മീരി ചില്ലിയും അതുപോലെ തന്നെ 2 മാഗി ക്യൂബ്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 നാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് 3 ടേബിൾ സ്പൂൺ തൈരും ആവശ്യത്തിനുള്ള ഉപ്പും ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി വെജിറ്റബിൾ ഓയിലോ സൺഫ്ലവർ ഓയിലോ കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ ചിക്കൻ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം പോയതിന് ശേഷം ഈ മസാല കൂട്ടിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പെരട്ടി ഒരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുക. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പെരട്ടി അടിച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഫ്രിഡ്ജിലോട്ടൊന്ന് മാറ്റാം. 2 മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് ഓരോന്ന് വെച്ച് നമുക്ക് ഫ്രൈ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ ഇത്രയും വലിയ പീസായതുകൊണ്ട്. അപ്പോൾ ഒരെണ്ണം ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ളത് വേറെ ഒരു പാത്രത്തിലും കൂടെ ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഒരു പാത്രം എടുക്കുക. ഇതിലേക്ക് കുറച്ചധികം ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഉണക്കമുളക് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ടവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ഒഴിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് പാത്രം വെച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി മസാലകൾ ഗ്രാമ്പു, കറുവാപ്പട്ട, ഏലക്ക, മല്ലി, കുരുമുളക് ഇത്രയും ഇട്ട് കൊടുക്കുക. പിന്നെ ഉണക്ക നാരങ്ങ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഇനി ഒരു 2 സവാള നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി കുറച്ച് ബോൺലെസ് ചിക്കൻ ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് മാറ്റി വെച്ചിരുന്ന 2 സ്പൂൺ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം വെച്ചിട്ട് ഞാനിവിടെ എടുത്ത ആ കപ്പിൽ ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും മാഗി ക്യൂബ്സും കൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇത് തിളക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പാത്രത്തിലായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിലൊരു ചിക്കൻ്റെ ഒരു സൈഡ് ആയതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ സോസ് ഇതുപോലെ ഒന്ന് 2 സൈഡും തേച്ച് കൊടുത്ത് തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുക്കേണ്ടതാണ്. അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോരി മാറ്റാം. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ എല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആ റൈസ് വെള്ളത്തിൽ നിന്നൊന്ന് ഊറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് മൂടി തുറന്നു കൊടുത്ത് ഇതുപോലെ അടി കൂട്ടി ഇളക്കി കൊടുക്കേണ്ടതാണ്.
ഇപ്പോൾ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് അടികൂട്ടി ഇളക്കി കൊടുത്തിട്ട് ഇതുപോലെ പരത്തി കൊത്തി വെച്ച് കൊടുക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒരു ഏകദേശം നമ്മളിപ്പോൾ റൈസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് പൊത്തി വെച്ചതിന് ശേഷം ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ ബാക്കിയുണ്ടെങ്കിൽ ഇതിൻ്റെ മീതെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് ഇനി ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അധികം എരിവില്ലാത്ത പച്ചമുളക് ഇതുപോലെ കുത്തി വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ചാർക്കോൾ കത്തിച്ച് പാത്രത്തിൽ വെച്ചിട്ട് കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് നമുക്കൊന്ന് അടച്ച് മേളിൽ എന്തെങ്കിലും വെയിറ്റ് വെച്ചാൽ അത്രയും നല്ലത്. ഒരു 20 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഴിമന്തി തയ്യാറാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പം നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.